നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പഠനവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അറിവ് നേടുക എന്നുള്ളത് പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. അറിവുള്ളവൻ്റെ വില വിളിച്ചോതുന്ന ഒരു പുരാണ കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിവേകശാലിയായ ഒരു അച്ഛൻ്റെ വിജയകഥ. നിനക്ക് അല്പായുസ്സായ അറിവുള്ള മകൻ വേണോ, ദീർഘായുസ്സായ മണ്ടൻ മകൻ വേണോ? പരമശിവൻ ആ അച്ഛനോട് ചോദിച്ചു. മക്കളില്ലാത്ത ദുഃഖത്തിലായിരുന്നു അച്ഛൻ. സന്താന ലാഭത്തിനായി തപസ് ചെയ്യുകയായിരുന്നു ആ അച്ഛൻ. ദീർഘകാലം കഠിനമായി പരമശിവനെ തപസ് ചെയ്തു. അവസാനം ശിവൻ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചതാണ് ആ ചോദ്യം. നിനക്ക് വിവേകശാലിയായ ഒരു മകൻ വേണോ, അല്പായുസ്സായ അറിവുള്ള മകൻ വേണോ, ദീർഘായുസ്സുള്ള മണ്ടൻ മകൻ വേണോ? ഇതാണ് ആ ചോദ്യം. നിനക്ക് എങ്ങനെയുള്ള മകനെ വേണം? 16-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്ന അറിവുള്ളവനും ഉത്തമനും ഭക്തനുമായ ഒരു മകൻ വേണോ? അതോ ഏറെക്കാലം ജീവിക്കുന്ന മടയനും കൊള്ളരുതാത്തവനുമായ ഒരു മകൻ വേണോ നിനക്ക്? വിവേകശാലിയായ അച്ഛൻ ഒരു സംശയമില്ലായിരുന്നു. അദ്ദേഹം അല്പായുസ്സായ മകനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ആ വീട്ടിലൊരു കുട്ടി ജനിച്ചു. അച്ഛനും അമ്മയ്ക്കും ഉത്സവമായി. അവർ അവന് മാർക്കണ്ഡേയൻ എന്നു പേരിട്ടു. അവൻ മിടുമിടുക്കനായി വളർന്നു. നിമിഷം കൊണ്ടെല്ലാം പഠിച്ചു. വേദവും ശാസ്ത്രവും എല്ലാം. അവൻ്റെ പെരുമാറ്റമോ അതിമധുരമായിരുന്നു. നിറവിളക്കിലെ ദീപം പോലെ അവൻ വിളങ്ങി. അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും അവൻ ആനന്ദം പകർന്നു. എല്ലാവരും അവനെ അത്യധികം സ്നേഹിച്ചു. അവൻ എല്ലാവരെയും സ്നേഹിച്ചു, സേവിച്ചു. അങ്ങനെ അവൻ സസന്തോഷം ജീവിച്ചു വരുമ്പോൾ ഒരു ദിവസം ആ ഞെട്ടിക്കുന്ന രഹസ്യം അവൻ അറിഞ്ഞു. അവനെ നോക്കി അവൻ്റെ അച്ഛനമ്മമാർ കണ്ണുനീരൊഴുക്കുന്നത് അവൻ കണ്ടുപിടിച്ചു. അവൻ കാരണം അന്വേഷിച്ചു. കാരണം അറിഞ്ഞതോടുകൂടി മാർക്കണ്ഡേയൻ്റെ മട്ടുമാറി. അറിവും വിവേകവും ഭക്തിയും ധീരതയുമെല്ലാം ഒത്തുചേർന്ന് അവനിൽ വിളങ്ങിയിരുന്നുവല്ലോ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതാ വന്നെത്തിയിരിക്കുന്നു. തൻ്റെ ജീവൻ പോകുന്ന നിമിഷം, മരണം, അകാലത്തിലെത്തുന്ന മരണം. പിന്നെ ചിരിയില്ല, ആഹ്ലാദമില്ല, കുടുംബമില്ല, പഠനമില്ല, ജീവിതമില്ല, ഇല്ല. ഇതു തടയണം. അറിവുള്ളവൻ്റെ ധീരമായ തീരുമാനമായിരുന്നു അത്. അതിന് അവനൊരു വഴി കണ്ടെത്തി. സ്വന്തം ജീവൻ രക്ഷിക്കാനായി അവൻ കഠിനമായ വ്രതാനുഷ്ഠാനത്തിൽ മുഴുകി. ജീവൻ തന്ന ദേവനെ തന്നെ നിറഞ്ഞ ഭക്തിയോട് പ്രാർത്ഥിച്ചു ജീവിച്ചു. അവസാനം മരണമുഹൂർത്തമെത്തി. പക്ഷേ കാലന് പോലും മാർക്കണ്ഡേയനെ പിടിച്ചുകെട്ടി കൊണ്ടുപോകാൻ പറ്റിയില്ല. തന്നെ രക്ഷിക്കണേ എന്ന് കേണു പ്രാർത്ഥിച്ച് ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു കിടന്നു മാർക്കണ്ഡേയൻ. കാലൻ കയറിൻ്റെ കുരുക്ക് എറിഞ്ഞപ്പോൾ മാർക്കണ്ഡേയനോടൊപ്പം ശിവലിംഗവും കുരുക്കിലായി. പരമശിവൻ അപ്പോൾ കോപാകുലനായി. തൻ്റെ നേർക്ക് കുരുക്കെറിഞ്ഞ കാലനെ ശിവൻ കൊന്നുകളഞ്ഞു. പിന്നെ ദേവന്മാർ അപേക്ഷിച്ചപ്പോഴാണ് പരമശിവൻ കാലനെ പുനർജീവിപ്പിച്ചത്. മാർക്കണ്ഡേയനെയോ ചിരഞ്ജീവിയാക്കി. എന്നും 16 വയസ്സായി ജീവിക്കുവാൻ പരമശിവൻ മാർക്കണ്ഡേയന് വരം നൽകി. മാർക്കണ്ഡേയൻ പിന്നെ മഹത്തായ ഒരു ജീവിതം ആരംഭിച്ചു. കഠിനമായ തപസ്സും വിജ്ഞാന സമ്പാദനവും നിറഞ്ഞ ഒരു നീണ്ട ജീവിതം, അവസാനമില്ലാത്ത ഉജ്ജ്വല ജീവിതം. മാർക്കണ്ഡേയന് അത് ലഭിച്ചത് തൻ്റെ അറിവിലൂടെയാണ്. അറിവ് നൽകിയ ഉത്തമ ഗുണങ്ങളിലൂടെയാണ്. 16 കൊല്ലം അറിവുള്ളവനായി ജീവിക്കുന്നതാണ് 100 കൊല്ലം മണ്ടനായി ജീവിക്കുന്നതിലും മെച്ചമെന്ന് ഈ പുരാണകഥ ഓരോ കുട്ടികളെയും സൂചിപ്പിക്കുകയാണ്. അറിവിനെന്നും 16 വയസ്സാണ്, മായാത്ത യൗവനം. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. പരമമായ ലക്ഷ്യം അറിവ് നേടുക എന്നുള്ളതാണ്. പഠനമാണ് അല്ലെങ്കിൽ അറിവാണ് നമ്മെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ പുരാണകഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.